ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സന്തോഷമായിട്ട് ഇരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. കർത്താവിന്റെ വലിയ കരുണ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട നാളുകളാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കർത്താവിന്റെ കരുണയ്ക്കല്ലാതെ ലോകത്തെ ഇനി രക്ഷിക്കാൻ പറ്റില്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. കർത്താവ് ഇടപെട്ടാൽ മാത്രമേ നമ്മുടെ ജീവിതങ്ങൾക്ക് ശാശ്വതമായ ഒരു പ്രതീക്ഷ ഇനി ഉണ്ടാകൂ. ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയത്വത്തിന് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കണം. പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കണം. നമ്മുടെ കഴിവ് കൊണ്ടോ പ്രയത്നം കൊണ്ടോ നമ്മുടെ അധ്വാനം കൊണ്ടോ നമ്മുടെ സാമർഥ്യം കൊണ്ടോ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് കൊറോണ വൈറസ് നമ്മെ പഠിപ്പിച്ചു. ദൈവത്തിലുള്ള ആശ്രയം മാത്രമേ ഇനി നമ്മെ സഹായിക്കൂ. ദൈവത്തിന് മാത്രം നമ്മെ സഹായിക്കാൻ പറ്റുന്ന നാളുകളിലേക്ക് നാം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, കർത്താവിനോടുള്ള നിങ്ങളുടെ ബന്ധം ആഴപ്പെടുത്താൻ ഈ നാളുകളിൽ കൂടുതൽ കൂടുതൽ പരിശ്രമിക്കണം. ദൈവത്തിനു വേണ്ടി സമയം ചെലവഴിക്കാൻ ഇല്ലാത്ത വിധത്തിൽ തിരക്കുകളായിരുന്നു നമുക്ക്. ദൈവത്തെ തേടാനോ തിരയാനോ ദൈവവചനം ശ്രദ്ധിക്കാനോ കർത്താവിന്റെ മുമ്പിൽ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ അല്പനേരം ഇരിക്കാനോ ആവാത്ത വിധം ലോകവ്യഗ്രതകൾ കീഴടക്കിയിരുന്നവരാണ് നമ്മൾ. ഈ മഹാമാരിയുടെ നാളുകൾ നമ്മെ ഒരു കാര്യം പഠിപ്പിച്ചു. നമുക്ക് മാറ്റിവെക്കാവുന്ന കാര്യങ്ങളാണ് എല്ലാം. ഇതെല്ലാം നമുക്ക് മാറ്റിവെക്കാവുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ എന്ത് ചിന്തിച്ചു? ഇത് മാറ്റിവെച്ചാൽ ലോകം അവസാനിക്കും. ഇത് മാറ്റിവെച്ചാൽ അതോടെ നമ്മുടെ ജീവിതം തീരും. ഒരു ദിവസം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരിടത്ത് പോകാതിരുന്നാൽ അതുകൊണ്ടെല്ലാം അവസാനിക്കും. ഒന്നും അവസാനിക്കില്ല. അടച്ചു പൂട്ടിയിട്ട ഈ നാളുകൾ നമ്മളോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ പുറത്തിറങ്ങിയില്ലെങ്കിലും, നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിലും, നിങ്ങൾ ഏർപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നില്ലെങ്കിലും ഈ ലോകം മുന്നോട്ട് പോകും. അതുകൊണ്ട് തിരക്കുകൾ, വ്യഗ്രതകൾ, ജീവിതത്തെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠകൾ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ജീവിതാന്ത്യത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും ഓർക്കാൻ നമുക്ക് കുറേയധികം സമയം ജീവിതത്തിൽ മാറ്റിയിടണം. ഈ ലോകം കൊണ്ട് തീരുന്നതല്ല ജീവിതം. മരിക്കാൻ നമ്മൾ ഭയപ്പെടുന്നത് എന്തിനാണ്? മരണത്തെ നമ്മൾ ഇത്ര വേവലാതിയോടെ കാണേണ്ടത് ഉണ്ടോ? നമുക്ക് മരണമില്ലല്ലോ, നമ്മൾ മരിക്കുന്നില്ലല്ലോ. ഈ ഭൗതിക ലോകത്ത് നിന്ന് നാം കണ്ണടച്ചാലും നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കാം. മരണത്തിനപ്പുറത്തുള്ളൊരു ജീവിതത്തിന് വേണ്ടി ജീവിക്കാം. നിത്യതയ്ക്ക് ഈ ജീവിതം കൊണ്ട് ഒരാമുഖം എഴുതാം. ഇതിനപ്പുറത്തുള്ളൊരു ജീവിതത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കാം. ഇവിടം കൊണ്ടൊന്നും തീരില്ല. മക്കളെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും എല്ലാം ഓർത്ത് ഭാരപ്പെടുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതം ഈ ലോകത്തിന് വേണ്ടിയുള്ളത് അല്ല. ഈ ലോകത്തിനു വേണ്ടി മാത്രമാണ് നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ മറ്റെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ്. നമുക്ക് ഈ നാളുകളിൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ചിന്ത, എന്തും വരട്ടെ, ഏത് രോഗവും വരട്ടെ, ഏത് സഹനവും വരട്ടെ, എല്ലാ വഴികളും അടയട്ടെ, അതിനെന്ത്?
നമുക്ക് നമ്മുടെ കർത്താവ് കൂടെയില്ലേ? എല്ലാ വഴികളും അടയട്ടെ, പ്രതീക്ഷയുടെ എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെടട്ടെ. നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കി എന്ന് നമ്മൾ കരുതിയ എല്ലാ സാഹചര്യങ്ങളും ഇല്ലാതാവട്ടെ. അതിനെന്ത്? നമുക്ക് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നിത്യതാബോധം മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എപ്പോഴും പ്രിയപ്പെട്ട ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഞാനെപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് പൊസേന്തി അച്ഛൻ്റെ പേര്. 30-ലധികം വർഷങ്ങളായി കിടക്കയിൽ തന്നെ അനങ്ങാൻ പറ്റാതെ, പരസഹായം കൂടാതെ ജീവിതത്തിലെ അത്യാവശ്യ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു മനുഷ്യൻ. അദ്ദേഹം വയനാട്ടിൽ വെച്ച് ഉണ്ടായ ഒരു ബസ് അപകടത്തിലാണ് ഇങ്ങനെ കിടക്കയിൽ പൂർണ്ണമായി ജീവിതകാലം പിന്നീട് ചെലവഴിക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. അന്ന് വല്ലാതെ മാനസികമായി തകർന്ന് വെല്ലൂർ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത്, ചെറുപ്പമായിരുന്ന കാലത്താണെന്ന് ഓർക്കണം, 30കളിലാണ്, അദ്ദേഹത്തിൻ്റെ 30കളിലാണ്. അപ്പോൾ ആ നാളുകളിൽ വല്ലാതെ മനസ്സ് തകർന്ന് ഈ ഒരു ദുരന്തത്തോട് ഇനി ഒരിക്കലും ഈ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കില്ല എന്ന ആ പച്ച പരമാർത്ഥത്തെ സ്വീകരിക്കാൻ പറ്റാതെ, ഉൾക്കൊള്ളാൻ പറ്റാതെ വിഷമിച്ചിരുന്ന നാളുകളിൽ ഒരിക്കലും ഈ യാഥാർത്ഥ്യത്തെ, ഞാനൊരു പുരോഹിതനായി ജീവിക്കാൻ ആഗ്രഹിച്ച് പൗരോഹിത്യം നീ എനിക്ക് തന്നിട്ട് എന്നെ ഇങ്ങനെ കട്ടിലിനോട് കെട്ടിയിട്ടത് എന്തിനാണ് എന്ന ആ സത്യം, മറച്ചു പിടിക്കാനാവാത്ത ആ മഹാസത്യം, അത് അംഗീകരിക്കാൻ പറ്റാതെ വിഷമിച്ചിരുന്ന സമയത്ത് അന്ന് ആ ആശുപത്രിയിൽ MBBS പഠിച്ചുകൊണ്ടിരുന്ന ഒരു മകള്, അവർ ഗ്രൂപ്പുകളായി വന്ന് രോഗികളെ കണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. അന്ന് ആ മകള് വന്ന്, അവള് ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയാണ്, അച്ഛൻ്റെ അവസ്ഥ മനസ്സിലാക്കി അച്ഛൻ വലിയ നിരാശയിലാണെന്ന് കണ്ട് കൂട്ടുകാര് പോയിട്ടും പോകാതെ അവൾ ആ മുറിയിലിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് അവൾ അച്ഛനോട് സംസാരിച്ചിട്ട് ഒടുവിൽ അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവൾ പറഞ്ഞു, അച്ഛാ, എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം അച്ഛനോട് ഞാൻ പറയട്ടെ. അച്ഛൻ ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ ജീവിതം കൊടുത്ത ആളാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും നാൾ അച്ഛൻ ഇഷ്ടപ്പെട്ട വിധത്തിൽ ദൈവത്തെ ശുശ്രൂഷ ചെയ്തു, ദൈവത്തിന് ശുശ്രൂഷ ചെയ്തു. ഇത്രയും കാലം അച്ഛന് ഇഷ്ടപ്പെട്ട രീതിയിലും വിധത്തിലും കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തു. അച്ഛാ, ഈ അപകടത്തിലൂടെ ദൈവം അച്ഛനെ ക്ഷണിക്കുകയാണ്. ദൈവത്തിന് ഇഷ്ടമുള്ള വിധത്തിൽ ദൈവ ശുശ്രൂഷ ചെയ്യാൻ. അച്ഛൻ ഇഷ്ടപ്പെട്ട വിധത്തിലാണ് ഇത്രയും കാലം അച്ഛൻ യേശുവിനെ ശുശ്രൂഷിച്ചത്. ഇനി യേശുവിന് ഇഷ്ടമുള്ള വിധത്തിൽ അച്ഛൻ യേശുവിനെ ശുശ്രൂഷിക്കും. ഒരുപക്ഷെ യേശു ആഗ്രഹിക്കുന്നത് ഇനി ജീവിതകാലം മുഴുവൻ ഈ കിടക്കയിൽ കിടന്ന് ഇഞ്ചിഞ്ചായി അനുഭവിക്കുന്ന ഈ വേദനകളിലൂടെ ദൈവ ശുശ്രൂഷ ചെയ്യാനാണെങ്കിലോ. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ ജീവചരിത്രത്തെ മാറ്റി എഴുതിയ ഒരു ദിവസമാണ്. നമുക്കിഷ്ടപ്പെട്ട വിധത്തിലല്ല, ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിധത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു തിരക്കഥ തയ്യാറാക്കി നമ്മൾ ജീവിക്കുകയല്ല വേണ്ടത്, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാം. ഇപ്പോൾ ഈ തണങ്കൽപ്പാളയത്തിൽ എന്നവണ്ണം നമുക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യമെല്ലാം നിഷേധിക്കപ്പെട്ട ഒരവസ്ഥയിൽ ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്കങ്ങനെ ജീവിക്കാം. ഏത് സാഹചര്യത്തിലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നിങ്ങൾക്ക് ദാരിദ്ര്യം വർദ്ധിച്ചു വരുന്ന നാളുകളാണെങ്കിൽ ആ ദാരിദ്ര്യത്തിൽ ജോബിനെ പോലെ നമുക്ക് പറയാം, ഈ അഴുകിയ അസ്ഥികളിലും ഞാൻ എൻ്റെ ദൈവത്തെ കാണും.
ഈ രോഗ തീവ്രതയിലും ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. ഈ കണ്ണുനീരിൻ്റെ നടുവിലും എൻ്റെ ദൈവത്തിൻ്റെ മുഖം ഞാൻ കാണും. സന്തോഷം വരുമ്പോൾ മാത്രമാണ് ദൈവം കൂടെയുള്ളതെന്ന് ചിന്തിക്കരുത്. സന്തോഷം വരാം, സങ്കടം വരാം. അപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുക. മഴ മാറി വെയിൽ വരും, വെയിൽ മാറി മഴ വരും. വസന്തം ഗ്രീഷ്മത്തിനും, ഗ്രീഷ്മം ശിശിരത്തിനും, ശിശിരം ഹേമന്തത്തിനും വഴി മാറും. ഋതുകാലങ്ങൾ മാറും, കാലാവസ്ഥ മാറും, സാഹചര്യം മാറും. ഇന്ന് സമൃദ്ധിയായിരുന്നെങ്കിൽ നാളെ ദാരിദ്ര്യമാവാം. അതിനെന്ത് നമുക്ക് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സ് മടുക്കരുത്. ഈ നാളുകളിൽ മാനസിക അസ്വസ്ഥതകളിൽ, നിരാശയും ഉത്കണ്ഠയും ഭയത്തിലൊക്കെ കഴിയുന്ന അനേകം മക്കൾ, അനേകായിരങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുപോലെയുള്ള വിഷയങ്ങളുമായി അനേകരെ സമീപിക്കുന്നു. ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, ദാരിദ്ര്യം, കടബാധ്യത, തടസ്സം, ഒരു വഴിയും കാണാത്ത അവസ്ഥ. അതിനെന്ത് നമുക്ക് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, ഐശ്വര്യം ഉണ്ടാവട്ടെ, അനുഗ്രഹം ഉണ്ടാവട്ടെ. കർത്താവിനോട് ചേർന്ന് ജീവിക്കുക. എല്ലാവർക്കും പ്രാർത്ഥനകളും ആശീർവാദവും.